നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടക്കാൻ പോകുന്ന LGS വേണ്ടിയിട്ടുള്ള ടോപ്പിക് ക്ലാസ് ആണ്. നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹിമാലയം. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, ഹിമാലയത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. LGS ഉള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹിമാലയം. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. പഠിക്കണേ, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ മടക്കുപർവ്വതം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്, അല്ലെങ്കിൽ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. സംസ്കൃതത്തിൽ ഹിമാലയം മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു. ഒത്തിരി തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. സംസ്കൃതത്തിൽ ഹിമാലയം അറിയപ്പെടുന്ന പേരാണ് മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തീർണം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതനിരയുടെ നീളം 2400 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 മൈലാണ്. പഠിച്ചോളണേ, ഹിമാലയ പർവ്വതനിരയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 1500 മൈലാണ്. മൈലില് കൃത്യമായിട്ട് പഠിക്കുക, 1500 മൈല്. കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. അരുണാചൽ പ്രദേശിലെ ഹിമാലയത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. ജമ്മു കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ വീതി എന്ന് പറയുന്നത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശ് സംസ്ഥാനം എത്തുമ്പോഴേക്കും ഹിമാലയത്തിന്റെ വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്ററായി ചുരുങ്ങുകയും ചെയ്യും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സംസ്കൃതത്തിൽ ഹിമാലയം മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തീർണം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതനിരയുടെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് 1500 മൈൽ എന്ന് പറയാം. കാശ്മീർ പ്രദേശത്തെ ഹിമാലയത്തിന്റെ ഏകദേശ വീതി എന്ന് പറയുന്നത് 400 കിലോമീറ്റർ. അരുണാചൽ പ്രദേശിലെ ഹിമാലയത്തിന്റെ വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായി പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയത്തിന്റെ സ്ഥാനമാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കണ്ടോ, നോർത്ത് എന്ന് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര ആര് എന്ന് ചോദിച്ചാൽ അത് ഹിമാലയ പർവ്വതനിരയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരെന്ന് ചോദിച്ചാൽ അത് ഹിമാലയ പർവ്വതനിരയാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. സിന്ധു നദി എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ അറിയാലോ, ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകുന്ന നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഒഴുകി വരുന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഈ ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു കിടക്കുന്ന ബൃഹത്തായ മലനിരയാണ് ഹിമാലയ പർവ്വതനിര. പഠിച്ചോളണേ. അപ്പോ സിന്ധു നദീ തടം മുതല്, സിന്ധു നദി ഒഴുകുന്നത് എവിടെയാണ്? നമ്മുടെ പടിഞ്ഞാറ് വശത്തൂടെയാണ് കേട്ടോ. വെസ്റ്റേൺ സൈഡ് ആണ്. ഇതാണ് നമ്മുടെ പടിഞ്ഞാറ് വശം. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡ് ആണ് കേട്ടോ. പടിഞ്ഞാറ് സിന്ധു നദി മുതല് കിഴക്ക് ബ്രഹ്മപുത്ര നദി, ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക് കേട്ടോ, കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര അറിയപ്പെടുന്ന പേരാണ് ഹിമാലയ പർവ്വതനിര. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാലയം പർവ്വതനിരയാണ്.
സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗംഗാ സമതലം വരുന്നത് കേട്ടോ. ഗംഗാ സമതലം ദാ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഈ ഗംഗാ സമതലത്തിനും ദാ ഈ കണ്ട സുഹൃത്തുക്കളെ ചൈനയുടെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് പ്രദേശങ്ങൾ, ഇതിനെയാണ് നമ്മൾ ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത്. ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോ ഗംഗാ സമതലം ഇവിടെയുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ആരുണ്ട്? ടിബറ്റൻ പീഠഭൂമിയുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടി വേർതിരിച്ച് ഇവർക്കിടയിലായിട്ട് കാണപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയൻ പർവ്വതനിര. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാലോ, ഹിമാലയൻ പർവ്വതനിരയുടെ സ്ഥാനം ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനിടയിലുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിര. സുഹൃത്തുക്കളെ, ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. ഈ റൗണ്ടിൽ കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. അപ്പോ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കു വശത്തായി കാണപ്പെടുന്ന പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിര. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ പർവ്വതനിരയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഹിമാലയത്തിന്റെ രൂപീകരണം. സുഹൃത്തുക്കളെ, ചിത്രത്തിലെ ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ ഒരു ഫലകം ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുന്നത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം. എന്താണ്? ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം വളരെ സമയമെടുത്ത് പയ്യെ എങ്ങോട്ട് ചെന്ന് ഇടിച്ച് കയറിക്കൊടുത്തു? നമ്മുടെ യുറേഷ്യൻ ഫലകത്തിലേക്ക് ചെന്ന് കയറിക്കൊടുത്തു. യുറേഷ്യൻ ഫലകത്തിൽ ചെന്ന് ഇടിച്ചു. ഇങ്ങനെ യുറേഷ്യൻ ഫലകത്തിൽ ചെന്ന് ഇടിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ പണ്ടൊരു സമുദ്രം ഉണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു തെതീസ് എന്നുള്ളത്. മറക്കല്ലേ, തെതീസ് എന്നുള്ള സമുദ്രം. ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വന്നുള്ള ഇടി കാരണം അല്ലെങ്കിൽ കൂട്ടിമുട്ടൽ കാരണം ഈ സമുദ്രത്തിന്റെ ഈ തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നു വന്നു. തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നു വരികയും അത് പിൽക്കാലത്ത് എന്തായിട്ട് മാറുകയും ചെയ്തു? നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയായിട്ട് മാറുകയും ചെയ്തു. ക്ലിയർ ആയിട്ട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ യുറേഷ്യൻ ഫലകം. ഈ യുറേഷ്യൻ ഫലകവുമായിട്ട് വന്ന് കൂട്ടിയിടിക്കുകയും ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം യുറേഷ്യൻ ഫലകത്തിന് ഉള്ളിലേക്ക് എന്ത് ചെയ്തു? കയറിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ ഈ യുറേഷ്യൻ ഫലകത്തിന് ഉള്ളിലേക്ക് കയറിപ്പോയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന തെതീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. കൊണ്ട് സമ്മർദ്ദം ഉണ്ടായത് കണ്ടോ ഇവിടെ. അതുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് അങ്ങ് പൊങ്ങി വന്നു. ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം ചെന്ന് കൂട്ടിയിടിച്ചിട്ട് ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം മുകളിലേക്ക് ഉയർന്നു വരികയല്ല ചെയ്തത്. ഇൻഡോ ആസ്ട്രേലിയൻ ഫലകത്തിനും അതുപോലെ തന്നെ യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ ഉണ്ടായിരുന്ന തെതീസ് എന്നൊരു പാവം സമുദ്രം ഉണ്ടായിരുന്നു. അവന്റെ അടുത്തിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് പൊങ്ങി വന്നു. ഇങ്ങനെയാണ് ഹിമാലയൻ പർവ്വതനിര രൂപപ്പെട്ടതായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടുമുട്ടിയപ്പോൾ അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നു രൂപപ്പെട്ട മലനിരയാണ് ഹിമാലയൻ പർവ്വതനിര. പഠിക്കുക. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഹിമാലയൻ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. ശരിയാണ്. കിഴക്കൻ പ്രദേശത്തേക്ക് വരുംതോറും ഹിമാലയൻ പർവ്വതനിരയുടെ ഉയരം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിൽ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഈ 2 പോയിന്റ് സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു തരാം. സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. നേരത്തെ തന്നിട്ടുള്ള അതേ ചിത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കണ്ട സുഹൃത്തുക്കൾ, ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സുഹൃത്തുക്കളെ, മുകളിലോട്ട് എന്താണ്? നോർത്ത് അല്ലെങ്കിൽ വടക്ക് വശമാണ് അല്ലേ? വടക്ക് വശമല്ലേ മുകളിലേക്ക്. താഴോട്ടാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? വടക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? സൗത്ത് ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം തെക്കു വശം എന്ന് പറയാം. അതുപോലെ തന്നെ ഇടതുവശമാണെന്നുണ്ടെങ്കിൽ അത് വെസ്റ്റേൺ സൈഡ് ആണ്. വലതുവശമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ഈസ്റ്റേൺ സൈഡ് ആണ്. വെസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ പടിഞ്ഞാറ് വശമാണ്. അതുപോലെ ഈസ്റ്റേൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്ക് വശമാണ്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ.
നമ്മുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത് വടക്ക് വശമാണ്, താഴ്ഭാഗം എന്ന് പറയുന്നത് തെക്ക് വശമാണ്, ഇടത്തെ സൈഡ് എന്ന് പറയുന്നത് പടിഞ്ഞാറാണ്, വലത്തെ സൈഡ് എന്ന് പറയുന്നത് കിഴക്കാണ്. ഓക്കെ ആയി. ഇനി ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ വ്യക്തമായി ശ്രദ്ധിക്കുക. എന്താ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്? പടിഞ്ഞാറ് നിന്നും, പടിഞ്ഞാറ് എന്ന് പറഞ്ഞതായി മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഈ ഭാഗമാണ് നമ്മുടെ ഹിമാലയത്തിന്റെ പടിഞ്ഞാറേ ഭാഗം. ഈ പടിഞ്ഞാറ് നിന്നും നേരെ കിഴക്കോട്ട് വരും തോറും, കിഴക്കോട്ടുള്ള വശം കണ്ടോ? ഇതല്ലേ കിഴക്കോട്ടുള്ള വശം. ഈ കിഴക്കോട്ട് വരും തോറും ഹിമാലയ പർവ്വതനിര കണ്ടോ സുഹൃത്തുക്കളെ? ചെറുതായി ചെറുതായി വരും. ഹിമാലയ പർവ്വതനിരയുടെ വീതി കുറഞ്ഞു വരികയും അതിനോടൊപ്പം തന്നെ ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള മലനിരകളുടെ ഉയരം എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും കിഴക്ക് വശത്തേക്ക് വരും തോറും ഹിമാലയ പർവ്വതനിരയുടെ ഉയരം എന്ന് പറയുന്നത് കുറയുകയും വീതി എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയേ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്? ഹിമാലയ പർവ്വതനിര ഇവിടെയുണ്ട്. ആ ഹിമാലയ പർവ്വതനിരയിൽ നിന്ന് നേരെ തെക്കോട്ട് വരും തോറും, തെക്കെന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടാണ് നമ്മുടെ സദേൺ സൈഡ് അല്ലെങ്കിൽ തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ തെക്കോട്ട് വരും തോറും ഹിമാലയത്തിന്റെ തണുപ്പ് കുറഞ്ഞു വരുന്നു. ഹിമാലയത്തിന്റെ തണുപ്പ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗംഗാ സമതലത്തിന്റെ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഹിമാലയത്തിന്റെ ഭാഗമായുള്ള തണുപ്പൊന്നും എവിടെയില്ല, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇല്ല. പക്ഷെ തണുപ്പുണ്ട്. എവിടെയൊക്കെയാണ് വരുന്നത്? ഏകദേശം ഹിമാചൽ പ്രദേശിന്റെയും അതുപോലെ ലഡാക്ക്, ജമ്മു കാശ്മീർ തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഹിമാലയത്തിന്റെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതിനുള്ള കാരണം നമുക്ക് വഴിയെ പഠിക്കാം. അത് നമുക്ക് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നൊക്കെ പറഞ്ഞ് ഹിമാലയത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വ്യക്തമായിട്ട് പഠിക്കും. ആ ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നതൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഹിമാലയത്തിൽ നിന്നും തെക്കോട്ട് വരും തോറും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മുടെ ഗംഗാ സമതലത്തിലേക്ക് നടന്നു വരും തോറും ഹിമാലയത്തിന്റെ തണുപ്പ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹിമാലയത്തിലുള്ള തണുപ്പ് എന്താണ്? ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ രണ്ട് പോയിന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. സുഹൃത്തുക്കൾ പഠിക്കുക. അപ്പോ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഹിമാലയത്തിൽ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഉയരം മാത്രമല്ല, അവന്റെ വീതിയും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വീതിയും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചോളുക. ഹിമാലയത്തിന്റെ മഞ്ഞു മൂടിയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ മഞ്ഞു മൂടിയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് എന്താണ്? തണുപ്പിന്റെ തീവ്രത കുറവാണ്. ഹിമാലയ നിരകളുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം കുറവാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹിമാലയ നിരകളുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ ഉയരം എന്താണ്? വളരെ കുറവാണ്. ഭൂപ്രദേശത്തിന് ഉയരക്രമത്തിനനുസരിച്ച് വ്യത്യസ്ത സസ്യജാലങ്ങൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഭൂപ്രദേശത്തിന്റെ ഉയരത്തിന്റെ ക്രമത്തിനനുസരിച്ച് വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ആ സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നീ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു. കണ്ടോ സുഹൃത്തുക്കളെ? മേപ്പിള്, ചെസ്നട്ട്, ഓക്ക് തുടങ്ങിയ വൃക്ഷങ്ങൾ കാണപ്പെടുന്നു. ഈ വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവർ നല്ല ഉയരത്തിൽ വളരുന്ന സസ്യങ്ങളായിരിക്കും അല്ലെ സുഹൃത്തുക്കളെ? ഇത്തരം സസ്യങ്ങൾക്ക് എന്താണ്? ഉയരം കൂടിയ സസ്യങ്ങളായിരിക്കും. അപ്പോ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉള്ള ഹിമാലയ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അത് മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നിവയാണ്. മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നിവയാണ്. എന്നാൽ 2000 മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? തണുപ്പ് കൂടുതലായിരിക്കും അല്ലെ? 2000 മീറ്ററിന് ഉയരിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ദേവദാരു, സ്പ്രൂസ് എന്നീ വൃക്ഷലതാദികൾ മാത്രമേ ഈ 2000 മീറ്ററിന് മുകളിലുള്ള ഹിമാലയത്തിൽ കാണപ്പെടുകയുള്ളൂ. പഠിക്കുക. 2000 മീറ്ററിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? ഹിമാലയത്തിലെ തണുപ്പ് കൂടുതലായിരിക്കും ഈ പ്രദേശത്ത്. ഇങ്ങനെ തണുപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വളർന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവ തണുപ്പിനെ എന്താണ്? പ്രതിരോധിക്കാൻ കഴിവുള്ളവയായിരിക്കും. അങ്ങനെയുള്ള ദേവദാരു, സ്പ്രൂസ് എന്നീ സ്തൂപികാ വൃക്ഷങ്ങളായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. ഇതാണ് കേട്ടോ സ്പ്രൂസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ദേവദാരു എന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്കും ശ്രദ്ധിച്ചേ. കണ്ടോ? ഞാൻ വരച്ചപ്പോ കണ്ടോ ഒരു സ്തൂപികയുടെ ആകൃതി എനിക്ക് ലഭിച്ചത് കണ്ടോ? സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ വരച്ച സമയത്ത് കണ്ടോ ഒരു സ്തൂപികയുടെ ആകൃതി നമുക്ക് ലഭിച്ചത് കണ്ടോ? ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളെ നമ്മൾ സ്തൂപികാ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്.
കാരണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്തൂപത്തിന്റെ ആകൃതി നമുക്ക് ലഭിക്കും. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിലേക്ക് പോകുമ്പോൾ, എവിടെ ഉയരത്തിലേക്ക് പോകുമ്പോൾ? ഹിമാലയത്തിന്റെ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെ മേപ്പിൾ, ചെസ്നട്ട്, ഓക്ക് എന്നീ വൃക്ഷങ്ങളെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെ പ്രത്യേകം എന്താണ്? വളരെ ഉയരമുള്ള വൃക്ഷങ്ങളായിരിക്കും ഇവ എന്ന് പറയുന്നത്. എന്നാൽ 2000 മീറ്ററിന് മുകളിലേക്ക് നമ്മൾ ഹിമാലയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ തണുപ്പെന്ന് പറയുന്നത് അധികമായിരിക്കും. അപ്പോ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാ വൃക്ഷങ്ങളായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്തൂപത്തിന്റെ ആകൃതി കിട്ടും കേട്ടോ. അവന്റെ ഇലകളുടെ എല്ലാം കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്തൂപത്തിന്റെ ആകൃതി കിട്ടും. വേറൊന്നുമില്ല, നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇരിക്കുന്ന അവിടുത്തെ ഉള്ള വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കും. മ്യാൻമറിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നതാണ് അറക്കയോമ. എന്താ പറയുന്നത്? അറക്കൻയോമ. മറക്കല്ലേ, മ്യാൻമറിൽ കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അറക്കനോമ. ഹിമാലയത്തിന്റെയും മധ്യ ഏഷ്യയിലെ പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാമീർ പർവ്വതനിര. ഹിമാലയത്തിനെയും മധ്യ ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് പാമീർ പർവ്വതനിരയാണ്. ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ ആണ്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ് പറഞ്ഞത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാമീർ ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നു ഹിമാലയത്തിന്റെയും മധ്യ ഏഷ്യയിലെയും പർവ്വതങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പാമീർ പർവ്വതനിരയാണ്. ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാമീർ ആണ്. പ്രീവിയസ് ചോദ്യം. ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 6 ആണ്. PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചോളണേ. ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 ആണ്. ഏത് രാജ്യങ്ങളൊക്കെയാണതെന്ന് നമുക്ക് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ഹിമാലയ പർവ്വതനിര കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ മ്യാൻമറിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അത് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഓപ്ഷനിൽ കയറി വരും. അപ്പോ ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 6 ആണ്. അപ്പോ ഹിമാലയം കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ, ഭൂട്ടാൻ പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട് സുഹൃത്തുക്കളെ. ഈ കോഡ് അങ്ങ് പഠിക്കുക. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. ഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനെ സൂചിപ്പിക്കുന്നു. അതുപോലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാള്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന. മറക്കല്ലേ, ഒന്നുകൂടി പറയാം. ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിര തന്നെയാണ്. ഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാൻ. ഇനി പാനിക്കായിലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാള്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന. അപ്പോൾ ഹിമാലയം കണ്ട ഫു പാനിക്കായി എന്നങ്ങ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 11. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 11. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. ഏതൊക്കെയാണ് ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കും. ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാലയം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചാൽ അത് 2 എണ്ണം ഉണ്ട്. ആരൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കുക. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ബംഗാള്, അല്ലെങ്കിൽ നമ്മൾ അവനെ പറയും വെസ്റ്റ് ബംഗാൾ എന്ന്. വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാള്. അപ്പോൾ അതൊന്ന് പഠിക്കാമല്ലോ സുഹൃത്തുക്കളെ, വളരെ ഈസിയാണ്. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 ആണ്. ഹിമാലയം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. ജമ്മു കാശ്മീരും ലഡാക്കും. ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ,
മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ബംഗാൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെ 11 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഹിമാലയം കടന്നു പോകുന്നത്. പഠിക്കുക. ഇനി 11 സംസ്ഥാനവും പഠിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, അതിന് നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഈ കോഡ് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി സംസ്ഥാനങ്ങള് ഒരൊറ്റ ലെറ്ററിൽ തന്നെ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് എഴുതി തന്നെ പഠിക്കുക ഈ കോഡ്. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഹിമാലയം കടന്നു പോകുന്ന 11 സംസ്ഥാനങ്ങളെ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഓൾറെഡി നമുക്കറിയാം, ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ആരുമുണ്ട്, ലഡാക്കുമുണ്ട്. ഇത് രണ്ടും നമുക്ക് പഠിക്കാൻ ഈസിയാണ്. പിന്നെ ഉള്ള പ്രശ്നക്കാരനാരെന്ന് ചോദിച്ചാൽ ഈ 11 സംസ്ഥാനങ്ങളെയാണ്. അവന്മാർ നമ്മൾ ഇവിടെ വെച്ച് ഇപ്പോൾ ഈസി ആയിട്ട് അങ്ങ് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈസി കോഡിലേക്ക് കടക്കാം. ഹിമാലയം കാണാൻ ഹ്യൂമൻസ് ട്രിപ്പ് പോയി എന്നങ്ങ് പഠിക്കുക. വളരെ ഈസി കോഡാണ്. ഹിമാലയം കാണാൻ ഹ്യൂമൻസ് ട്രിപ്പ് പോയി എന്നങ്ങ് പഠിക്കുക. ഹിമാലയം കാണാൻ ഹ്യൂമൻസ് ട്രിപ്പ് പോയി എന്നങ്ങ് പഠിക്കുക. ഈസിയാണേ കോഡ്. ഹിമാലയം കാണാൻ ഹ്യൂമൻസ് ട്രിപ്പ് പോയി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിര തന്നെയാണ്. ഹ്യൂമൻസിലെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്, എം വളരെ ശ്രദ്ധിച്ചു പഠിച്ചോളുന്ന 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. എമ്മിനകത്ത് മണിപ്പൂര്, മിസോറാം, മേഘാലയ. മണിപ്പൂര്, മിസോറാം, മേഘാലയ എമ്മിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എക്കകത്ത് 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. വ്യക്തമായിട്ട് പഠിച്ചോളുക. അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ ആസാമും. അരുണാചൽ പ്രദേശും ആസാമും. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാലാൻഡ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിം, ട്രിപ്പിന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയെ സൂചിപ്പിക്കുന്നു. ട്രിപ്പിന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയെ സൂചിപ്പിക്കുന്നു. PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട 11 സംസ്ഥാനങ്ങൾ ഹിമാലയം കടന്നു പോകുന്നത് നമ്മുടെ കയ്യിലായി. ഒന്നുമില്ല, ഈസി കോഡാണ് സുഹൃത്തുക്കളെ. വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹിമാലയൻ കാണാൻ ഹ്യൂമൻസ് ട്രിപ്പ് പോയി എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. ഇനി ഹ്യൂമൻസിന്റെ ഓരോ അക്ഷരങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്, എമ്മിനകത്ത് 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മണിപ്പൂർ, മിസോറാം, മേഘാലയ. എക്കകത്ത് 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഹിമാലയം കടന്നു പോകുന്നത് അരുണാചൽ പ്രദേശും ആസാമും. അരുണാചൽ പ്രദേശും ആസാമും. അതുപോലെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാലാൻഡ്, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിം. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അവസാനമായിട്ടുള്ളത് ട്രിപ്പിന് പോയി എന്നാണ്. അതായത് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയെ സൂചിപ്പിക്കുന്നു. വളരെ ഈസി കോഡാണ് സുഹൃത്തുക്കൾ, പഠിക്കുക. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ചോദിച്ചാൽ അത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. ഇതും കൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് ഹിമാലയത്തിന്റെ ഡിവിഷൻസ് പഠിക്കാനുണ്ട്. ആ ഭാഗമാകുമ്പോൾ നമുക്ക് അവിടെയും കുറച്ച് കോഡുകളുണ്ട്. ആ കോഡുകളൊക്കെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്കങ്ങ് പഠിച്ചു കളയാം. അപ്പോൾ സുഹൃത്തുക്കൾ ഇത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ഹിമാലയത്തിന്റെ ഡിവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഹിമാദ്രി, ഹിമാചൽ, സിവാലികൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വരും വഴി പഠിക്കാം. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്ര നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കളാർക്ക് നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.